ഹായ് ഫ്രണ്ട്സ്, കാൽക്കുവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാത്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSCയുമായി ബന്ധപ്പെട്ട് 20 മാർക്കാണ് എല്ലാ തവണയും മാത്സിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ മാത്സില് 20 മാർക്ക് നമുക്ക് ഈസിയായി കിട്ടും. അപ്പോൾ ആ ഈസിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം തന്നെ വേണം. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യവും എന്താണെന്ന് ക്ലിയർ ആയി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലെ 20 മാർക്ക് നിങ്ങൾക്ക് ഷുവറായി ഉറപ്പിക്കാം. നിങ്ങൾ ഈ കാൽക്കുവിന്റെ സീരീസ് ഓഫ് വീഡിയോ സെഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ആ 20 മാർക്ക് ഉറപ്പിക്കാം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോ ക്ലാസ്സിലേക്ക് കടക്കാം. പെർസെന്റേജ്. അപ്പൊ ഞാൻ ആദ്യം പെർസെന്റേജ് എന്താണ്, പെർസെന്റേജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ആദ്യം പെർസെന്റേജുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നുണ്ടായതാണ്. എന്താണ് ആ ലാറ്റിൻ വേർഡ്? പെർസെന്റം. പെർസെന്റം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് ആണ് പെർസെന്റേജിലേക്ക് മാറിയത്. അപ്പൊ എന്താണ് സെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറിൽ. നൂറ് മറക്കരുത്. സെന്റം എന്ന് പറഞ്ഞാൽ 100. അപ്പൊ 100ൽ പറയുകയാണ് പെർസെന്റം എന്ന് ഉദ്ദേശിക്കുന്നത്. 16-ാം നൂറ്റാണ്ടായപ്പോൾ ഈ പെർസെന്റം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഒരു പുതിയ വേർഡായി മാറി. അപ്പൊ ഇത് എന്തായിട്ട് മാറി? പെർസെന്റേജ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി. സോ സെന്റം എന്ന് പറഞ്ഞാൽ 100. നമുക്കുള്ളതിനെ 100ൽ പറയുന്ന രീതി. നമുക്ക് എന്താണ് ഉള്ളത് എന്നുള്ള കാര്യം അടുത്ത് പറയാം. അപ്പൊ അത് എന്തുണ്ട് എന്ന് പറയണമെങ്കിൽ ഞാൻ ആദ്യം മനസ്സിലാക്കി തരേണ്ട കാര്യം എന്താണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഫ്രാക്ഷൻ? ഇപ്പൊ ഞാനിവിടെ എഴുതുകയാണ് 1/4 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഞാനൊരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയാം. ഞാനൊരു സ്ക്വയർ വരച്ചു. 4 വശങ്ങളും തുല്യമായ ജാമതീയ രൂപം, ജോമെട്രിക്കൽ ഫിഗർ, അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ. ആ സ്ക്വയറിനെ ഞാൻ 4ആയി ഭാഗിച്ചു. 4ആയി ഭാഗിച്ചതിന് ശേഷം ഒരു റീജിയൻ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാം മൊത്തം എത്ര റീജിയൻ ഉണ്ട്? 4 റീജിയൻ ഉണ്ട്. അതിൽ ഒരു റീജിയൻ ഞാൻ എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. സോ 1/4 ആയി മാറി. സോ ഫ്രാക്ഷൻ ഞാൻ പറഞ്ഞു. അപ്പോ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എത്രയുണ്ട്? 4 എണ്ണം. അതിൽ എത്ര എണ്ണം ഞാൻ ഷെയർ ചെയ്തു? 1. സോ 1/4 എന്ന് എഴുതാം. ഷെയർ ചെയ്യാത്തത് എവിടെന്ന് പറയാവോ? 3/4. അപ്പോ ഒരു വ്യക്തിക്ക് 1/4 എന്ന് പറയുന്നതും 3/4 എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇത് 100ൽ എത്ര ശതമാനം, ഈ സ്ക്വയർ 100ൽ എത്ര ശതമാനം ഞാൻ ഷെയ്ഡ് ചെയ്തു, 100ൽ എത്ര, ഈ മൊത്തം 100ലാണ് പറയുന്നതെങ്കിൽ ഇത് എങ്ങനെയാണ് മാറേണ്ടത് എന്നുള്ള കാര്യമാണ് പെർസെന്റേജ് തരുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫ്രാക്ഷനെ, യഥാർത്ഥ നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയാം, തന്നിരിക്കുന്ന ഒരു റാഷണൽ നമ്പറിനെ 100ൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ വില എന്താണ് എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് 100 എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആധികാരികമായി മനസ്സിലാവുന്നത് കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള, അല്ലെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞതിന് ശേഷം ഒരു വില പറയുകയാണ് എങ്കിൽ ആ വിലയെ എങ്ങനെ 100ൽ പറയാം എന്നുള്ളത് കാര്യമാണ് പെർസെന്റേജ്. നമ്മള് ഇനി വേറൊരു കാര്യമുണ്ട്, മില്യണിൽ പറയുന്ന രീതി. അപ്പൊ നമ്മള് ഒരു മരുന്നൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കീടാണുക്കളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് മില്യണിൽ ഒരു വലിയ ക്വാണ്ടിറ്റി എടുത്താൽ അത് 10⁻⁶ മില്യണിലാണ് പറയുന്നത്. സോ അവിടെ പെർസെന്റേജ് അല്ല, പാർട്സ് പെർ മില്യൺ എന്ന് പറയും. പാർട്സ് പെർ മില്യൺ. സോ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഫ്രാക്ഷനെ 100ൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഒരു ഫ്രാക്ഷനെ 100ൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതിനെ പറയുന്ന പേരാണ് പെർസെന്റേജ്. അപ്പൊ 1/4 എത്ര പെർസെന്റേജ് ആണ് എന്ന് ചോദിച്ചാൽ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. അപ്പൊ എത്രന്ന് കിട്ടും? 25% എന്ന് കിട്ടും. സോ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഫ്രാക്ഷൻ ആണ്? 1/4 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആണ്. സോ മെയിൻ ആയിട്ട് ഫ്രാക്ഷനെ 100ൽ പറയുമ്പോഴാണ് പെർസെന്റേജ് എന്ന് പറയുന്ന കാര്യം നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. എന്തിൽ പറയാൻ? ഒരു ഫ്രാക്ഷൻ നമ്മളെ കയ്യിലുണ്ട്. ഈ ഫ്രാക്ഷനെ 100ന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഒരു പെർസെന്റേജിൽ ചെയ്യുക. ഇനി 3/4 ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ പറയാം? 3/4 എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര ശതമാനം എന്ന് പറയാം? 75% പറയാം. സോ എപ്പോഴും മനസ്സിലൊരു കാര്യം വേണം, ഫ്രാക്ഷൻസ് ആണ്
നമ്മൾ എന്തിലേക്ക് മാറ്റുന്നത്? പെർസെന്റേജിലേക്ക് മാറ്റുന്നത്. എന്റെ കയ്യിൽ ഒരു ഫ്രാക്ഷൻ ഉണ്ട് എങ്കിൽ ആ ഫ്രാക്ഷനെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്തായി മാറും? പെർസെന്റേജ് ആയി മാറും. എന്തിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഫ്രാക്ഷനുകൾ. ഫ്രാക്ഷനെ ഞാൻ എന്ത് ചെയ്യും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അത് എന്തായി മാറും? 100ൽ ആ സംഖ്യയെ, ആ ഫ്രാക്ഷനെ എക്സ്പ്രസ് ചെയ്യും. അതാണ് എന്ത് എന്ന് പറയുന്നത്? പെർസെന്റേജ് എന്ന് പറയുന്നത്. സോ കൃത്യമായി മനസ്സിലാക്കുക, ഒരു ഫ്രാക്ഷനെയാണ് നമ്മൾ പെർസെന്റേജ് ആയി എക്സ്പ്രസ് ചെയ്യുക. ഇനി നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂയിൽ പറയുകയാണ് എങ്കിൽ ഞാനൊരു 10 കുറച്ച് ഫ്രാക്ഷൻസ് പറയാം. ആ ഫ്രാക്ഷൻസിന്റെ വാല്യൂ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഞാൻ ഇത് കഴിഞ്ഞ് കുറെ അധികം ഫോർമുല പറയുന്നുണ്ട്. ഞാൻ ഫ്രാക്ഷൻസിനെ പറ്റി പറഞ്ഞത് കൊണ്ടാണ് ആദ്യം ഈ പറഞ്ഞ കാര്യത്തിലേക്ക് പോയത്. ഞാൻ കുറച്ച് ഫ്രാക്ഷൻസ് പറയാം. ഈ ഫ്രാക്ഷൻസിലെ ഓരോ വാല്യൂയും നിങ്ങൾ മനഃപ്പാഠം ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഗുണമായിരിക്കും. ആദ്യം 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനമാണ്? 50%. അപ്പോ 1/2 എന്ന് പറയുന്ന ഫ്രാക്ഷൻ എന്തിന് ഈക്വൽ ആണ്? 50% ഈക്വൽ ആണ്. അടുത്ത് 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷൻ എത്രക്ക് ഈക്വൽ ആണ്? ആലോചിച്ച് നോക്കുക. 33.33% ഈക്വൽ ആണ് 1/3. അതിനുശേഷം 1/4 എന്ന് പറഞ്ഞു നോക്കിയേ, എത്രയായിരിക്കും ഇത്? 25%. 1/6 എത്രയെന്ന് പറഞ്ഞു നോക്കാമോ? 1/6 എന്ന് പറഞ്ഞാൽ 16.66%. 1/7 എന്ന് പറഞ്ഞു നോക്കാവോ? 1/7 എന്ന് പറഞ്ഞാൽ 14.28%. 1/8 എത്രയാണ്? 12.5%. 1/9 എത്രയാണ്? 11.11%. 1/10 എത്രയാണ്? 10%. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഫ്രാക്ഷനുകൾ 1/2 മുതൽ 1/10 വരെ ഞാൻ പറഞ്ഞു. 1/2 എന്ന് പറഞ്ഞാൽ 50%. അതിനുശേഷം 1/4 എന്ന് പറഞ്ഞാൽ 1/3 എന്ന് പറഞ്ഞാൽ 33%. 1/4 എന്ന് പറഞ്ഞാൽ 25%. 1/6 എന്ന് പറഞ്ഞാൽ 16.66%. 1/7 എന്ന് പറഞ്ഞാൽ 14.28%. 1/8 എന്ന് പറഞ്ഞാൽ 12.5. 1/9 എന്ന് പറഞ്ഞാൽ 11.11. 1/10 എന്ന് പറഞ്ഞാൽ 10%. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം ചില ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പെർസെന്റേജിലായിരിക്കില്ല, ഫ്രാക്ഷനിൽ തരാം, അല്ലെങ്കിൽ പെർസെന്റേജിൽ തന്നാൽ 33.33% ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് നിന്നാൽ വളരെ ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒറ്റയടിക്ക് 1/3 എന്ന് എഴുതിയാൽ മാത്രം മതി. 33.33% എത്രയാ? 1/3. 16.66% എത്രയാ? 1/6. 14.28 എന്ന് പറഞ്ഞ എത്ര? 1/7. 12.5 എന്ന് പറഞ്ഞ എത്രയാ? 1/8. 11.11 എന്ന് പറഞ്ഞ എത്രയാ? 1/9. 1/10 എത്ര പെർസെന്റേജ് ആണ്? 10% ആണ്. കൃത്യമായി തന്നെ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഫ്രാക്ഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കലാപരിപാടിയാണ് ഈ പെർസെന്റേജിൽ ഉള്ളത്. എന്തിനെ? അപ്പൊ എപ്പോഴും പെർസെന്റേജ് പെർസെന്റേജ് എന്ന് കാണുമ്പോഴേ ഒരു കാര്യം ഓർത്തുക, അവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ആ ഫ്രാക്ഷനെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഫ്രാക്ഷനെ ഞാൻ 100ൽ പറയുന്നു. അപ്പൊ നമുക്ക് 100 രൂപയിൽ എത്ര രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു അളവുണ്ട്. ഇപ്പൊ ഞാൻ പറയാണ് അവന് 1/4 കിട്ടി. 1/4 എന്ന് പറഞ്ഞാൽ ഞാൻ 100ൽ ആലോചിക്കുമ്പോൾ 25 രൂപ കൊടുത്തു. എന്റെ 100 രൂപ ഉണ്ടെങ്കിൽ 25 രൂപ അവന് ഞാൻ കൊടുത്തു. 100 രൂപ ഉണ്ടെങ്കിൽ 75 രൂപ ഞാൻ അവന് കൊടുത്തു. ഇനി ഈ പറയുന്ന കണക്കുകളെല്ലാം കാശിന്റെ രൂപയിൽ 100 രൂപ കാശ് എന്ന രീതിയിൽ ആലോചിച്ചാൽ കണക്ക് ചെയ്യാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമാകും. അത് ഞാൻ ഇനി പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇനി പറയാം. ഈ പറഞ്ഞ 1/2 മുതൽ 1/10 വരെ നിങ്ങൾ കൃത്യമായി എഴുതി വെച്ചേക്കുക. അത് നിങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യും. കണക്ക് ചെയ്യുമ്പോൾ, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആദ്യം കൺസെപ്റ്റ് എല്ലാം പറയുന്നു, ആ കൺസെപ്റ്റ് പറയാൻ വേണ്ടി പ്രോബ്ലം ചെയ്യുന്നു. അതിനുശേഷം പ്രീവിയസ് ഇയറിൽ പെർസെന്റേജുമായി ബന്ധപ്പെട്ട് എത്ര ചോദ്യങ്ങൾ ചോദിച്ചോ അതെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യും. അതുമായി നിങ്ങൾക്ക് വർക്ക്ഷീറ്റുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വർക്ക്ഷീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. മാക്സിമം ചെയ്ത് നോക്കുക. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് സംശയങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായി തന്നെ സോൾവ് ചെയ്യുന്നതായിരിക്കും. നമുക്കിനി കുറച്ചും കൂടെ ആധികാരികമായിട്ടുള്ള കൺസെപ്റ്റുകളിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഈ 1/10 വരെയുള്ള കാര്യം എല്ലാവരും പഠിച്ചു വെച്ചേക്കാം. ഇനി ഞാൻ ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പൊ പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 100ൽ എക്സ്പ്രസ് ചെയ്യുന്നു. എന്തിൽ എക്സ്പ്രസ് ചെയ്യുന്നു?
100ൽ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പം വേറൊരു കാര്യം പറയാണ്, ഒരു പെർസെന്റേജ് പറഞ്ഞാൽ എങ്ങനെ ഫ്രാക്ഷനിലാക്കും? അടുത്തൊരു ചോദ്യമാണ്, സാർ ഞാൻ പെർസെന്റേജ് പറഞ്ഞു, 5% എന്ന് പറഞ്ഞു, 5% എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫ്രാക്ഷനിലാക്കേണ്ടത്? 5% എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ആ ഫ്രാക്ഷൻ എന്താണ്? 5/100. ഇനി പെർസെന്റേജ് പറഞ്ഞിട്ട് ഫ്രാക്ഷനിലാക്കാൻ പറഞ്ഞാൽ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. സോ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? 25/100 എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ കിട്ടും? 1/4. നമ്മൾ നേരത്തെ പറഞ്ഞു 1/4 എന്ന് പറഞ്ഞാൽ 25% എങ്കിൽ 25% ഫ്രാക്ഷനിലാക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താൽ മാത്രം മതി? ഭാഗം 100 ചെയ്താൽ മാത്രം മതി. ഇനി 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20/100, 20% എന്ന് പറഞ്ഞാൽ എന്താ? 20/100. ഞാൻ സിംപ്ലിഫൈ ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? 1/5. നമ്മൾ നേരത്തെ പറഞ്ഞു 1/5 എന്ന് പറഞ്ഞാൽ 20% ആണ്. ഇനി 48% എന്ന് പറഞ്ഞിരിക്കുകയാണ്. 48% എന്ന് പറഞ്ഞാൽ എന്താ? 48/100. ഇനി എന്നെ സിംപ്ലിഫൈ ചെയ്യുക, രണ്ടിനെയും 2 കൊണ്ട് ഞാൻ വെട്ടി, 24/50. രണ്ടിനെയും വീണ്ടും 2 കൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തു, 12/25. സ്മോളസ്റ്റ് നമ്പർ ഇതാണ്. സോ 12/25. സോ ഒരു പെർസെന്റേജ് തന്നിട്ട് ഫ്രാക്ഷൻ ആക്കാൻ പറഞ്ഞാൽ ആ പെർസെന്റേജിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ഇനി ഒരു ഫ്രാക്ഷനെ പെർസെന്റേജിലോട്ടാക്കാൻ നിങ്ങൾക്ക് അറിയാം, സംശയമില്ലാത്ത കാര്യമാണ്. a/b എന്നൊരു ഫ്രാക്ഷനെ ഞാൻ പെർസെന്റേജിലാക്കാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മാത്രം മതി. 1/4. 1/4 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ ആണ്. ആ ഫ്രാക്ഷൻ എന്തിലോട്ട് മാറ്റാൻ പോവുക? ഞാൻ പെർസെന്റേജിലാക്കാൻ പോവുക. ഇൻറ്റു 100 ചെയ്താൽ മതി. എത്ര പെർസെന്റേജ്? 25%. ഇനി 0.6 എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അതിനെ എന്തിലേക്ക് മാറ്റും? ഫ്രാക്ഷൻ ആക്കി മാറ്റും. 6/10. ഇനി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എനിക്ക് എന്ത് കിട്ടി? 600/10. എത്ര ശതമാനം? 60%. സംശയമുണ്ടോ? എപ്പോഴും ഓർത്തിരിക്കുക, ഡെസിമലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്ന രീതിയാണ്. ഫ്രാക്ഷൻ ഇപ്പൊ എനിക്ക് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? 0.5 എന്ന് എഴുതാം. സംശയമുള്ള കാര്യമാണോ? 1/2 എന്ന് പറഞ്ഞാൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 1നെ 2 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ഡെസിമല് ഇവിടെ 10 ആയി, 5 ആയി. 0.5 എന്ന് എഴുതാം. സോ 0.5 എന്നതിനെ ഭാഗിച്ച് എഴുതുന്ന രീതിയാണ്. അതിനെ വീണ്ടും കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/10 ആണ്. 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5/10 ആണ്. അതിന് എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ തന്നിരിക്കുന്ന ഡെസിമലിനെ ഞാൻ ആദ്യം ഫ്രാക്ഷൻ ആക്കുന്നു. ഫ്രാക്ഷൻ ആക്കിയതിനു ശേഷം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എനിക്ക് എന്താകും? പെർസെന്റേജ് ആകും. തന്നിരിക്കുന്നത് ഫ്രാക്ഷൻ ആണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. തന്നിരിക്കുന്ന ഡെസിമൽ ആണെങ്കിൽ ഡിവൈഡ് ബൈ 10. അപ്പൊ ഫോർ എക്സാമ്പിൾ 0.25. 0.25 എന്ന് പറഞ്ഞാൽ പോയിന്റിന് ശേഷം 2 സംഖ്യകളുണ്ട്. സോ 25/100. അപ്പൊ ഫ്രാക്ഷൻ ആയി. ഫ്രാക്ഷൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശതമാനമായി. എത്ര ശതമാനം? 25%. സംശയമുണ്ടോ? വ്യക്തമായി മനസ്സിലായോ? അപ്പോ ഒരു ഡെസിമൽ തന്നിരുന്നാൽ ഫ്രാക്ഷൻ ആക്കാം. ഇനി 0.003 ആണെന്ന് വിചാരിക്കുക. ഡെസിമലിന് ശേഷം എത്ര സംഖ്യകളുണ്ട്? 1, 2, 3. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ആ സംഖ്യാഭാഗം ഡെസിമലിന് ശേഷം 3 പൂജ്യം ഉള്ളത് കൊണ്ട് 3/1000 into 100. 2 പൂജ്യം വെട്ടിപ്പോയി. സോ 3/10 എന്ന് വരും. 3/10 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജാ? 0.3%. 3/10% എന്ന് വരും. അപ്പൊ എത്ര പെർസെന്റേജാ? 0.3%. അപ്പോ ആദ്യം മനസ്സിലാക്കുക, പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ പറഞ്ഞാൽ ഇൻറ്റു ഡിവൈഡ് ബൈ 100 ചെയ്താൽ മാത്രം മതി. ഇനി ഒരു ഫ്രാക്ഷനെ പെർസെന്റേജ് ആക്കാൻ പറഞ്ഞാൽ ഇൻറ്റു 100 ചെയ്യണം. ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാൻ പറഞ്ഞാൽ ഡെസിമലിനെ പെർസെന്റേജ് ആക്കാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം അതിനെ ഒരു ഫ്രാക്ഷൻ ആക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ഇൻറ്റു 100 ചെയ്യും. അപ്പൊ അത് എന്തായി മാറും? പെർസെന്റേജ് ആയി മാറും. ഇത് നമ്മളെ PSCയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ല, നിങ്ങളെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു ധാരണയില്ലാതെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ ഗുണിക്കണം, ഇവിടെ നിന്ന് ഇങ്ങനെ ഗുണിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടി വരും. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും കാണാതെ പഠിക്കേണ്ട ആവശ്യം വരില്ല. എന്റെ ആ ചിന്തയിൽ ആ പറഞ്ഞ കാര്യം ഉണ്ടാകും അവിടെ. അപ്പോ ഒരു പെർസെന്റേജ് പറഞ്ഞാൽ ഫ്രാക്ഷൻ ആക്കാൻ അറിയാം, ഫ്രാക്ഷൻ പറഞ്ഞാൽ പെർസെന്റേജ് ആക്കാൻ അറിയാം, ഡെസിമൽ പറഞ്ഞാൽ
എന്താക്കാൻ അറിയാം, പെർസെന്റേജ് ആക്കാൻ അറിയാം. ഈ 3 കാര്യവും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത കുറച്ചധികം കൺസെപ്റ്റുകളാണ് പറയുന്നത്. ഇതെല്ലാം ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ കുറെ അധികം ഫോർമുലകളും പറയുന്നുണ്ട്. ഈ ഫോർമുലകൾ എങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായി തരും. നിങ്ങൾക്ക് എങ്ങനെ ഈ പറയുന്ന കൺസെപ്റ്റുകൾ എളുപ്പമാക്കാം എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം. അല്ലാതെ ഞാൻ കുറെ അധികം കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു കാര്യം കാണുമ്പോൾ അത് മനസ്സിലാകണം. അത് എങ്ങനെയാണ്, അത് എങ്ങനെ വന്നത്, എന്തുകൊണ്ട് അങ്ങനെ വന്നു. കുറച്ച് ചിന്തിക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി PSC യിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് ചോദ്യം എന്താ, ഇതിനെ ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. 56% എന്ത് ചെയ്താൽ മതി, 56/100. 56/100 രണ്ട് സൈഡിലും എനിക്ക് എന്തുകൊണ്ട് ഭാഗിക്കാം, 2 കൊണ്ട് ഭാഗിക്കാം. 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ എന്ത് വരും എന്ന് പറയാവോ? 56 രണ്ട് സൈഡിലും ഞാൻ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ എന്ത് വരും? സിംപ്ലിഫൈ ചെയ്തോ, 28/50. വീണ്ടും സിംപ്ലിഫൈ ചെയ്യാലോ, 14/25 ഫ്രാക്ഷൻ ആയിട്ട് മാറി. 56% എന്ന് പറഞ്ഞാൽ 14. അപ്പൊ 25 മുട്ടായി എന്റെ ഉണ്ടായിരുന്നു. 14 മുട്ടായി ഒരാൾക്ക് കൊടുത്താൽ എത്ര ശതമാനം കൊടുത്തു എന്ന് വെച്ചാൽ എത്ര കൊടുത്തു? 56% കൊടുത്തു. എന്റെ 25 മുട്ടായി ഉണ്ടായിരുന്നു, അതിൽ 14 മുട്ടായി ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഞാൻ കൊടുത്തു? 56% കൊടുത്തു. ഇനി 4%, 4/100 എന്ന് എഴുതാം. 4/100 എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 2/50 എന്ന് പറയാം. 2/50 എന്ന് പറഞ്ഞാൽ എനിക്ക് വീണ്ടും ചെറുതാക്കാമല്ലോ, 1/25. അതിനർത്ഥം എന്താ, എന്റെ 25 രൂപ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ ഒരുത്തിന് 1 രൂപ കൊടുത്തു. എങ്കിൽ എന്റെ എത്ര ശതമാനം കൊടുത്തേ? 4% കൊടുത്തത്. എന്റെ 25 രൂപ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ നിന്ന് 1 രൂപ എന്റെ കൂട്ടുകാരന് കൊടുത്തു. അപ്പൊ എത്ര ശതമാനം കൊടുത്തേ? 4% ഞാൻ കൊടുത്തത്. ഇനി 0.6%. 0.6 ഡിവൈഡ് ബൈ എത്ര? 100 എന്ന് ഞാൻ എഴുതി. 0.6 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതി. പോയിന്റ് ഉണ്ട്, പോയിന്റിന് ശേഷം എത്ര സംഖ്യയുണ്ട്? ഒരു സംഖ്യയുണ്ട്. ആ പോയിന്റ് മാറ്റാൻ വേണ്ടി 6 ഞാൻ 2 മുകളിലും താഴെയും പോയിന്റ് ആയതുകൊണ്ട് 6 ആയതുകൊണ്ട് 10 കൊണ്ട് ഗുണിച്ചു. കാരണം എന്താ, പോയിന്റിന് ശേഷം ഒരു സംഖ്യയാണ്. സോ താഴെയും മുകളിലും ഞാൻ എത്ര കൊണ്ട് ഗുണിച്ചു? 10 കൊണ്ട് ഗുണിച്ചു. സോ 6/1000 എന്ന് വന്നു. 6/1000 എത്രയാ? 3/500. ഇതിനർത്ഥം എന്താ, എന്റെ 500 രൂപ ഉണ്ട്, എന്റെ കൂട്ടുകാരന് ഞാൻ 3 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ എത്ര ശതമാനവും ഞാൻ കൊടുത്തേ? 0.6% കൊടുത്തത്. ഇനി 0.008 0.008% എന്ന് പറഞ്ഞാൽ 0-ന് ശേഷം എത്ര സംഖ്യകളുണ്ട്? 3 സംഖ്യകളുണ്ട്. ഞാൻ അവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യം ഒരു 100 ഉണ്ട്, ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയുള്ള 100 ഉണ്ട്. മുകളിൽ ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെയും ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്ര വരും? 8 എത്ര 0? 1 2 3 4 5 5 0 വരും. ഫ്രാക്ഷൻ ആയിട്ട് മാറിയില്ലേ? അതിനർത്ഥം എന്താ, എന്റെ എത്ര രൂപയുണ്ട്? 100. എന്റെ എത്ര രൂപയാണെന്ന് പറയാവത്? അത് എത്ര രൂപയാണ്? എത്ര 0 വരുന്നുണ്ട്? 0.008% ആയപ്പോ 5 0 വരുന്നുണ്ട്. 1 ലക്ഷം രൂപയുണ്ട്, അതിൽ 1 ലക്ഷം രൂപ ഞാൻ 8 രൂപ നിനക്ക് തന്നു. 8 രൂപ നിനക്ക് തന്നു എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജാ? 0.008% ആണ്. സോ തന്നിരിക്കുന്ന പെർസെന്റേജിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയാം. ഈ 0.08% ആക്കാൻ പറഞ്ഞാൽ ഡിവൈഡ് ബൈ 100 ഞാൻ ചെയ്യണം. പക്ഷെ മോള് ഡെസിമലാ, ആ ഡെസിമലിനെ കൺവേർട്ട് ചെയ്യാനാണ് ഞാൻ മുകളിലും താഴെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. എന്തുകൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? ഡെസിമലിന് ശേഷം 3 സംഖ്യകളുണ്ട്. ഡെസിമലിന് ശേഷം 3 സംഖ്യകൾ ഉണ്ടെങ്കിൽ 3 0 വരുന്ന സംഖ്യ 1000. 1000 കൊണ്ട് താഴെയും മുകളിലും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം പിന്നെ സിംപ്ലിഫൈ ചെയ്തു. ഈ 4 ക്വസ്റ്റ്യൻസും കൃത്യമായി തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ എനിക്ക് ഒരു നമ്പർ അറിയാം, ഒരു പെർസെന്റേജ് അറിയാമെങ്കിൽ പെർസെന്റേജിന് എന്താക്കാൻ അറിയാം? ഫ്രാക്ഷൻ ആക്കാൻ അറിയാം. ഫ്രാക്ഷന്റെ മീനിങ് മനസ്സിലാക്കുക. 25 രൂപയിൽ എന്റെ 25 രൂപയുണ്ട്, അതിൽ 14 രൂപ നിനക്ക് ഞാൻ തന്നു. എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇൻറ്റു 100. എത്ര ശതമാനം അത്? 56%. എന്റെ 25 രൂപയുണ്ട്, നിനക്ക് 1 രൂപ ഞാൻ തന്നാൽ എത്ര ശതമാനം അത്? 4%. ഇതാണ് കൺസെപ്റ്റ്. അപ്പോ തന്നിരിക്കുന്ന വാല്യൂ, തന്നിരിക്കുന്ന ഫ്രാക്ഷനിലെ ഞാൻ 100ൽ പറഞ്ഞാൽ അത് എന്താകും? അതാണ് പെർസെന്റേജ്.
അപ്പൊ ഞാൻ 25 രൂപയിൽ 14 രൂപ തന്നു എന്ന് പറയുന്നതും നിനക്ക് ഞാൻ 56% രൂപ തരുന്നത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പൊ മനസ്സിലാക്കാൻ എളുപ്പമായത് കൊണ്ടും നമുക്ക് പെട്ടെന്ന് 100ലേക്ക് പറഞ്ഞൊരു ഐഡിയ കിട്ടുന്നത് കൊണ്ടുമാണ് പെർസെന്റേജ് എന്ന് പറയുന്ന കാര്യം മാത്സിൽ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ പറയുന്നതിനെ എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് എ ഡെസിമൽ. നമുക്ക് നേരത്തെ പറഞ്ഞത് എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിരുന്നു? ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ. ഡെസിമൽ ആയിട്ട് ഇതാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 6% എന്ന് പറഞ്ഞ എന്താ? 6/100. ഒരു സംഖ്യയെ 100 കൊണ്ട് ഭാഗിച്ചാൽ മുകളിൽ എത്ര സ്ഥാനം മാറ്റി കുത്തരണം? 2 സ്ഥാനം. 0.06 ഡെസിമൽ ആയില്ലേ? ഇനി 28%, 28/100. വീണ്ടും 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ വരും 0.28. അടുത്ത് 0.2 ഡിവൈഡ് ബൈ 100. 2 സ്ഥാനം മാറുമ്പോൾ എന്ത് വരും? 0.002. സംശയമുണ്ടോ? ഇനി 0.04% എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 100. 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ എന്ത് വരും? 0.0004. ചോദ്യം എന്തായിരുന്നു? പെർസെന്റേജിന് എന്താക്കണം? ഡെസിമൽ ആക്കണം. പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കാനും ഡെസിമൽ ആക്കാനും എന്താ? ഫ്രാക്ഷൻ ആക്കാൻ എളുപ്പമാ. ഡിവൈഡ് ബൈ 100 ആക്കുന്നു, അതിനുശേഷം അതിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് തരുന്നു. ഡെസിമൽ ആക്കാൻ അതിനെക്കാട്ടി എളുപ്പമാ. താഴെ എത്ര സീറോ ഉണ്ടെന്ന് നോക്കുക. അത്രയും സീറോ സ്ഥാനം മാറ്റി ഞാൻ എന്ത് ചെയ്താൽ മാത്രം മതി? നമ്മുടെ പോയിന്റ് മാറ്റിയാൽ മാത്രം മതി. ഇതും മനസ്സിലാക്കുക. എങ്ങനെ പെർസെന്റേജിനെ ഡെസിമൽ ആക്കി മാറ്റാം, പെർസെന്റേജിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാം. ഈ 2 കാര്യവും പറഞ്ഞ് നിങ്ങൾ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി അടുത്ത ചോദ്യം. എനിക്ക് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, ഞാൻ അതിന് എന്താക്കാൻ പോവുകയാണ്? പെർസെന്റേജ് ആക്കാൻ പോവുക. സോ 23/336 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. ഇനി സിംപ്ലിഫൈ ചെയ്യുക. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? 3% എഴുതണം കേട്ടോ. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെർസെന്റേജ് ആയി കഴിഞ്ഞു അത്. സോ നമ്മൾ എന്ത് എഴുതും? 23/36 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താഴെയും മുകളിലും ഞാൻ വെട്ടി 50, ഇതെത്ര? 18 അല്ലെ? വീണ്ടും ഞാൻ വെട്ടി 25, എത്ര? 9. സംശയമുണ്ടോ? സോ 23 into 25 ഡിവൈഡ് ബൈ 9. ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 23 into 25 ചെയ്യാം. 25 into 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 625. അതിൽ 2 25 കുറയുമ്പോൾ 23 ആവും. നമുക്ക് 25 into 25 എന്ന് പറഞ്ഞാൽ 625 ആണ്. പക്ഷെ 25 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, 23 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിന് 50 കുറഞ്ഞാൽ മതി. അപ്പൊ എത്ര? അത് 575. 575നെ 9 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ 63 8/9. ഞാൻ എന്നെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതി. 63 into 8/9 ഫ്രാക്ഷൻ എന്ന് പറയാം. ഇനി ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആകണം. 6 and 3/4 എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ ഇംപ്രോപ്പർ ആക്കും? 6 into 4 24, 24 plus 3 27/4 into എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. ഞാൻ എത്ര പ്രാവശ്യം ഉണ്ട്? 25 പ്രാവശ്യം ഉണ്ട്. 25 into 25 625 ആണ്. 2 25 കൂടെ കൂടി 100 കൂട്ടുക. അപ്പൊ എത്ര വരും? അത് എത്ര വരും? 50 കൂട്ടുക. എത്ര വരും? അത് 675. സംശയമുണ്ടോ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കാൽക്കുലേഷൻ നമ്മൾ സ്പീഡ് ആക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സ്ട്രോങ് ആയാൽ മതി. 100 കൊണ്ട് ഞാൻ 4നെ ക്യാൻസൽ ചെയ്തു. 25 into 25 എന്ന് പറഞ്ഞാൽ 625 ആണ്. അപ്പൊ 2 പ്രാവശ്യവും കൂടെ 25 വരുമ്പോൾ 27 ആയി. അപ്പം എത്ര കൂട്ടണം? 50 കൂട്ടണം. 625 plus 50 അപ്പൊ എത്ര ശതമാനമായി? 675%. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? 0.004. 0.04നെ എന്തിലേക്ക് മാറ്റണം? പെർസെന്റിലോട്ട് മാറ്റണം. അപ്പൊ നമ്മൾ അതിനെ ഫ്രാക്ഷൻ ആക്കാൻ പോവുക. 0.004ലെ എത്ര പോയിന്റിന് ശേഷം എത്ര സംഖ്യയുണ്ട്? 3 സംഖ്യയുണ്ട്. സോ താഴെയും മുകളിലും ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് എത്ര എന്ന് കിട്ടി? 4/1000 എന്ന് കിട്ടി. ഇത് ഫ്രാക്ഷൻ ആയി. ഫ്രാക്ഷൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 0 കട്ട് ചെയ്തു പോയി. 4/10 എന്ന് കിട്ടി. 4/10 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണെന്ന് ആർക്കെങ്കിലും പറയാവോ? 0.4%. സംശയമുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഈ കണക്ക് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നെ മാറ്റാം. ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ 3 എക്സാമ്പിളുകളും മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ.
അതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. എങ്ങനെ പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കാം, ഫ്രാക്ഷനെ എങ്ങനെ പെർസെന്റേജ് ആക്കാം, ഡെസിമലിനെ എങ്ങനെ പെർസെന്റേജിനെ എങ്ങനെ ഡെസിമൽ ആക്കാം, പെർസെന്റേജിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം, ലാസ്റ്റ് പറഞ്ഞ കാര്യം ഫ്രാക്ഷൻ എങ്ങനെ പെർസെന്റേജ് ആക്കാം. ഈ 3 എക്സാമ്പിളുകളും നിങ്ങൾ കൃത്യമായി വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഓരോ കാര്യവും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോകും. PSC ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ് എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ PSC ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. മാക്സിമം വീഡിയോസ് കാണുക. സംശയമുള്ള ഏത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട. നിങ്ങൾ കൃത്യമായി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പെർസെന്റേജ് ആകട്ടെ, മാത്സിലെ ഏത് കൺസെപ്റ്റും ആകും, നിങ്ങൾക്ക് ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. മാത്സുമായി ബന്ധപ്പെട്ട ഏത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. സോ അടുത്ത വീഡിയോയിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ഡെസിമൽസ്, ആദ്യം പെർസെന്റേജിനെ പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മൊത്തമായി തന്നെ കാണുക, കൺസെപ്റ്റുകൾ കൃത്യമായി എഴുതിയെടുക്കുക. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.